ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും നെയ്യ് വാങ്ങുന്ന ആളുകളായിരിക്കും അല്ലേ. ഇനി മുതൽ നമുക്ക് നെയ്യ് വേണ്ട. വീട്ടിൽ നമ്മൾ എന്തായാലും പാൽ വാങ്ങും. ആ പാലിൻ്റെ പാടയിൽ നിന്ന് നമുക്ക് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഭരത്മോൻ ഉണ്ടായതിനു ശേഷമാണ്. ഭരത്മോന് കൊടുക്കുമ്പോൾ എപ്പോഴും ദ ബെസ്റ്റ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ അമ്മമാരും എങ്ങനെ ആയിരിക്കില്ലേ, നമ്മളെ മക്കൾക്ക് ദ ബെസ്റ്റ് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു 6 മാസമായിട്ട് ഞാനിങ്ങനെ എടുത്തു വെക്കുന്ന പാൽപ്പാടയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പാല് വാങ്ങുന്നുണ്ട്, പാക്കറ്റ് പാലല്ല, പശുവിൻ്റെ നല്ല പാല് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കളയാതെ പാട എപ്പോഴും എടുത്ത് വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ. ഭരത്മോൻ അല്ലെങ്കിലും നമുക്ക് എന്താവശ്യത്തിനും നെയ്യ് ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ നെയ്യ് നമുക്കിനി വാങ്ങണ്ട, ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പാടയെല്ലാം കൂടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടും. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ പാലിൻ്റെ ഒരു അംശം ഉണ്ട്, അത് ഇതിന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ വെണ്ണ രൂപത്തിലായിട്ട് വന്നിട്ടുള്ള പാൽപ്പാടേനെ അതിലുള്ള വെള്ളം മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അതിനൊരു പാലിൻ്റെ കളർ കണ്ടു. അപ്പോൾ അതിലുള്ള പാലിൻ്റെ അംശം അതിൽ പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ഇനി നമുക്ക് ഇതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല, നമുക്കത് ഗ്യാസിൽ വെച്ചിട്ട് നെയ്യാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ പാൽ വാങ്ങുന്നവരാണെങ്കിൽ, ഇനിയിപ്പോൾ പാക്കറ്റ് പാലാണെങ്കിലും അതിൽ നിന്ന് പാട എന്തായാലും ഉണ്ടാവുമല്ലോ, അത് നിങ്ങളിങ്ങനെ എടുത്തു വെച്ചോളൂ. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ഗീ കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഈ വെണ്ണ എന്ന് പറയാം അതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാൽപ്പാട കൊണ്ട് വെണ്ണ ഉണ്ടാക്കാം, നെയ്യ് ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടത്തിനെല്ലാം ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇനി നമുക്കൊരു ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്കൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ ഈ പാൽപ്പാട നമ്മൾ മിക്സിയിലടുത്ത് അടിച്ച് വെച്ചതില്ല, അത് നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, പിന്നെ നന്നായിട്ട് തിളയ്ക്കും. അപ്പോൾ ഇളക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ടും ഒക്കെ ഇളക്കിക്കൊണ്ടിരിക്കാം നമുക്ക്. ഇനി ഇത് വറ്റിയിട്ട് നമ്മൾ നെയ്യിൻ്റെ രൂപത്തിലേക്കാവും കേട്ടോ. ചെറിയ രീതിയിലുള്ള ചണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഓവർ ബ്രൗൺ ആക്കാണ്ട് ഒരു മീഡിയം ബ്രൗൺ ആ ചണ്ടി ആവുന്ന സമയത്ത് നമുക്ക് അതെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി. ഇനി ഒരിക്കലും നിങ്ങൾ പാട കളയാണ്ട് ഇങ്ങനെ എടുത്തു വെച്ച് നമുക്ക് അടിപൊളി നെയ്യ് കിട്ടും. ഇനി നമുക്ക് ഈ നെയ്യ് തുടങ്ങിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം.